ഒരു പൂച്ച. ഓ എന്താ പറ്റി? ഓ യങ്ങ എവിടെ? ആ കാടൊക്കെ അവൻ്റെ ആയിരുന്നു സ്കാർ. അവളെ അവനെപ്പിച്ചാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. അവളെവിടെ? ശേ, യുവർ സ്കാർ അവൻ തന്നെ, എനിക്ക് ഉറപ്പാണ്. അവനാണ് സ്കാർ. ഈ കുണ്ണേനെ ഞാൻ തീർക്കും. അവളെവിടെ എന്തോ, അവളെനിക്ക് അന്വേഷിച്ച് പിടിക്കുന്നു. നമ്മളെ കൊണ്ടുവരണം, തിരിച്ചു കൊണ്ടുവരണം. ഉണ്ണേ, അത് നിന്റെ വിഷയമല്ല. ഇത് അവള് സേഫ് ആണെന്നാണ് ഞാൻ പറഞ്ഞ. പക്ഷെ അവനെ വിശ്വസിക്കാൻ പറ്റൂല, കാരണം വില്ലനല്ലേ. നോക്കാം. എന്തൊക്കെ എന്നോട് പറയാനുണ്ട്, എന്തായാലും നോക്കാം. എൻ്റെ ഓർമ്മ പോയ കാര്യം എവനെങ്ങനെ അറിയാം? പറ നീ. ഈ ലോകത്തിനെ പറ്റി അറിഞ്ഞാൽ പിന്നെ എന്തിന് ഞാൻ സെൻറ്റർ ഓഫ് കോൺഫ്ലിക്റ്റ്. ഇവന് കൂടുതൽ കാര്യങ്ങൾ അതിനെപ്പറ്റി അറിയാം. ഇവന് ആ ഓർമ്മ കാര്യങ്ങൾ എങ്ങനെ അറിഞ്ഞു? ആരും ഇതുവരെ അങ്ങനെ അധികം ആൾക്കാർ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇവൻ അറിഞ്ഞ് എന്തൊക്കെ നടക്കുന്നുണ്ട്. സൗണ്ട് ഉണ്ടോ? മറ്റേ ഫോണിൽ സൗണ്ട് ഉണ്ടോ നോക്കാം. ഇനി അടുത്ത് നോക്കാം. എല്ലാവരും എനിക്ക് വേണ്ടിയാണ് കാത്തിരിക്കണേ. നിയമായി നോക്കട്ടെ. അവർക്കെല്ലാം അറിയാം ഞാൻ ഭയങ്കര വാല്യുബിൾ ആണെന്നാണ്. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് അന്ന് ഫസ്റ്റ് ടൈം എന്നെ ജിൻസി കണ്ട ആ ടൈമിൽ ജിൻസിക്ക് എൻ്റെ ആ ഒരു പവർ മനസ്സിലായത്. കാരണം ഞാൻ ടാക്ടിക് ഡിസ്കൗണ്ട് അടിച്ച് അതാണ്. അപ്പം തന്നെ ജിൻസിക്ക് എൻ്റെ പവർ മനസ്സിലായി. യാങ്ങിനും ചിക്സിക്ക് അത്ഭുതമായിരുന്നു. പക്ഷെ അവരിതിന് മുന്നേ അങ്ങനെ ഒരു അത്ര വലിയ ഡിസ്കൗണ്ട് കണ്ടിട്ടില്ല വില്ലനെ. അപ്പോൾ എനിക്കതിൽ ഏറ്റവും ഹൈ റാങ്ക് ഉള്ള ഒരുത്തനെ കാണാനും പറ്റി. ഞാൻ മറ്റേ ബൈസിലൂടെ ഒരു ബൈസി എനിക്ക് ട്രെയിനിങ് ഗ്രൗണ്ടിൽ തന്നെ കൊണ്ടുവിട്ട്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് ഡൈമെൻഷൻ കയറി ഹൈ റാങ്ക് ഒരു ടാക്ടിക് ഡിസ്കൗണ്ടിൻ്റെ ഒരാളിനെ ഞാൻ കണ്ട്. അപ്പോൾ എൻ്റെ പവർ എത്രത്തോളം ആണെന്ന് ജിൻസിക്ക് അറിയാം, ആ മാഡം മജിസ്ട്രേറ്റിന്. പക്ഷേ ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ച് അവർ മനസ്സിലാക്കി വരണേ ഉള്ളൂ. പക്ഷേ ഇവൻ ഒറ്റയടിക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ അവനെ എന്നെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാം. പോരത്തിന് അവൻ യാങ്ങൻ എങ്ങാട്ടോ ഇടുകയും ചെയ്തു. എന്തായാലും നോക്കാം. ഇവൻ എൻ്റെ ഫ്രണ്ടാണെന്ന് പറയണം. ഇവന് എൻ്റെ അടുത്ത് ഒരു സത്യം പറയാറുണ്ട്. അപ്പോൾ ഇത്രയും നാൾ ഞാൻ ഈ ഫേസ് ചെയ്ത എല്ലാത്തിനും അവർ സോറി പോലെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇവൻ എന്തൊക്കെയോ പറയാൻ പറ്റുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാം. സത്യങ്ങൾ വേദനിക്കും. You are just trying to make me join your side. You could say I'm looking forward to your choice. എന്തായാലും നോക്കാം. എന്തൊക്കെ നോക്കട്ടെ, പറയട്ടെ.
our mutual understanding, nothing more. Come on. Observe the surroundings a little more and tell me what you see. As you learn more about this world, your true desires will surface, and our little game will become even more entertaining. And before that, I don't want anyone to disturb my precious alone time with you. That's all. അതാണ് അവൻ പെട്ടെന്ന് അവളെ ഗ്യാങ്ങിട്ട് മാറ്റി കളഞ്ഞത്. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അവിടെ വേറെ ആരും വേണ്ട എന്നതിലാണ് പറയണത്. പോലെ തന്നെ ഈ വില്ലേജ് പറഞ്ഞിട്ടുണ്ട്, വില്ലേജ് മൊത്തം നശിച്ചിരിക്കണം. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാൻ വരുവാണ്. Why do you have to assume we are the culprits? ഞാൻ ചോദിച്ചായിരുന്നു അവൻ്റെ ആൾക്കാർ എന്താണ് ഈ വില്ലേജിൽ ചെയ്തത്. അപ്പോൾ സ്കാർ സമ്മതിക്കില്ല. അവൻ പറയണം അവനല്ല, അവൻ്റെ ആൾക്കാരെല്ലാം ചെയ്തെന്ന രീതിയിലാണ് അവനെ കുറ്റപ്പെടുത്തണം എന്നില്ലാണോ ചോദിച്ചേക്കണം. ഇവിടെ എന്താണ് നടന്നതെന്ന് അവൻ അറിയാം, അത് പറയാൻ വരുവാണ്. I won't tell you everything just yet. That's too boring. As I said, why don't you take a look around and see for yourself? കാര്യങ്ങളൊക്കെ പറയണ അവന് ബോറിംഗ് ആണ്. കാണിച്ച് ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ എൻ്റെ അടുത്ത് തന്നെ നേരെ കണ്ട് മനസ്സിലാക്കാൻ പറയുവാണ്. So go ahead. What do you see? ഞാൻ ഒന്നും കാണില്ല. പിന്നെ you'd catch on to that. Now, what is the conclusion you've drawn? The Hutchins manipulated the villagers. The villagers killed each other. How typical. The age-old tale of savage wolves and helpless lambs. Good and evil as clear as day. It's a tired story that people cling to in their mundane lives. Oh, how it keeps them in check. But let me ask you this. Do you truly believe the real world can be that simple? ഇവ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുവാണ്. Let me give you a couple more tips. The truth is far more complicated than you think. ഇവ എന്താണ് കാര്യമെന്ന് പറയാനില്ല, പക്ഷേ എന്തോ ഇവിടെ ഒരുപാട് വലിയ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്, അത് മനസ്സിലാകുന്നുണ്ട്. ഇവൻ്റെ ആൾക്കാരെല്ലാം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് അവൻ പറയണം. എന്തായാലും നോക്കാം. First, who are the players in our tale? An innocent girl, a revered leader, and a flock of simple villagers. സ്കാർ അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം, വില്ലേജ് നടന്ന കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇന്നസെൻ്റായ ഒരു പെൺകുട്ടി, റിവീൽഡ് ലീഡർ, 3 കാര്യങ്ങളാണ് പറഞ്ഞ. ഒരു ഇന്നസെൻ്റായ ഒരു പെൺകുട്ടി, റിവീൽഡായ ഒരു ലീഡർ, ആൻഡ് എ ഫ്ലോക്കിംഗ് സിമ്പിൾ വില്ലേജേഴ്സ്. പറഞ്ഞു വരുവാണ്. False devotion, fleeting kindness, collective deceit, senseless killings, and the one vulnerable soul pushed onto a path of destruction by the masses. Now, Rover, the story is yours to spin. I'm eager to hear your version after you've learned more. അവിടെ പോയി നോക്കാം. A crumpled page from a children's book's rested on a thrown piece of diary paper with a childish handwriting. Read the diary.